അങ്ങനെ അവസാനം ഞാൻ എൻ്റെ വില്ലേജിലെത്തി. ഇത് വേറെ സിറ്റിയാണ്. എൻ്റെ അവിടെ പോലീസുള്ളതായിട്ട് ഞാൻ ഇപ്പോൾ വേറെ സിറ്റിക്ക് വന്നിരിക്കുകയാണ്. ഇത് രോഹിത്തിൻ്റെ പഴയ തറവാടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രോഹിത്തൊക്കെ നല്ല പൈസ ഉള്ള ആളായിരുന്നു. അവൻ്റെ തറവാടിലൊക്കെ ഫുള്ളും നല്ല വണ്ടികളാണ്. നേരെ നമുക്ക് രോഹിത്തിൻ്റെ വീട്ടിലേക്ക് ഇങ്ങ് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ രോഹിത്തിൻ്റെ വീട്. ഇത് പിന്നെ ഞാൻ നേരെ ഒരു താർ എടുത്തിട്ടാണല്ലോ വന്നത്. ഓൻ പിന്നെ എനിക്കൊരു വേറൊരു വണ്ടി തന്നു. ആ വണ്ടിയാണ് ഇപ്പോൾ എൻ്റെ ഉള്ളത്. ഒരു BMW S-Class ആണ് എനിക്ക് തന്നുള്ളത്. അപ്പോൾ ഇതാണ് രോഹിത്തിൻ്റെ വീട്. ഇതന്നെ ഈ സംശയം ഉണ്ടായിരുന്നു രോഹിത്തിൻ്റെ വീട് ഏതാന്ന്. അപ്പോൾ ഇതന്നെ രോഹിത്തിൻ്റെ വീട്. ഇനി നേരെ ഞാൻ വീട്ടിലേക്ക് പോട്ടെ. വീടിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കയറട്ടെ. കുറേ നേരം വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ തന്നെ തുടങ്ങിയിട്ട് എനിക്കാണെങ്കിൽ അവിടെ ഒന്നും ഇരിക്കാനൊന്നും പറ്റില്ല. കാരണം എനിക്ക് എന്തായാലും നാട്ടിൽ പോകാൻ തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്ത് നേരെ നാട്ടിലേക്ക് വണ്ടി പിടിച്ച് നേരെ നാട്ടിലേക്ക് പോവാ. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഞാൻ അവസാനം എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇവിടെ ഇറങ്ങാം. വണ്ടി സ്റ്റോപ്പാണല്ലോ. ഇവിടെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും എനിക്കിപ്പോൾ നല്ല വിശക്കുണ്ട്. അതാ ബിരിയാണി കട ഉണ്ടല്ലോ ഇവിടെ. വെജ് ബിരിയാണിയാണ്. എന്തായാലും ഫുള്ളുണ്ട് കഴിക്കാം. ഇവിടെ ആളൊന്നുമില്ല. എന്തായാലും പെട്ടെന്നുണ്ട് കഴിക്കാക്കി. പെട്ടെന്ന് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. നല്ല ടേസ്റ്റ് ഉണ്ട്. 5 minutes later. അങ്ങനെ അവിടുത്തെ ബിരിയാണി ഫുള്ളും ഞാൻ തീർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെജ് ബിരിയാണി ആയിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. പിന്നെ ഇവിടെ എൻ്റെ വണ്ടിയൊന്നും ഇല്ല. ഇവിടെ എന്തായാലും ലിഫ്റ്റ് അടിച്ച് തന്നെ ഞാൻ പോകേണ്ടി വരും. ഇവിടെ പിന്നെ റോഡല്ലേ. അപ്പം ഞാൻ വേഷമൊക്കെ മാറി. ആദ്യം നല്ല മുടി ഉണ്ടായിരുന്നു. ഞാൻ മുടിയൊക്കെ മൊട്ടടിച്ച് അങ്ങനെ അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒറ്റ ഒരാളെ പോലും എനിക്ക് കാണാനില്ല. കുറേ നേരം നിന്നപ്പോൾ ഒരു ലംബോർഗിനി വരുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് വളക്കുണ്ടാവും. അപ്പം ഞാൻ നേരെ അതിന് മുമ്പിൽ ചാടിയിട്ട് കയറി നിന്ന്. അപ്പം ഈ ലംബോർഗിനി നിർത്തിയിട്ടുണ്ട്. ഈ എന്തിരിക്കാടാ? ഈ എന്താ പോയി ചാവുകയാണ്? അല്ല സാറൊക്കെ ഒരു ലിഫ്റ്റ് തരുമോ? എന്നാ കേറിക്കോ പെട്ടെന്ന് വണ്ടിക്ക്. അങ്ങനെ ആ ഏട്ടൻ നമ്മളെ വണ്ടി കയറ്റിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് പോവാ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഏട്ടൻ എങ്ങനെയൊക്കെ ഓടിക്കണ്. ഓഫ് റോഡ് എടുക്കാൻ തോന്നി. ഇവിടെ പിന്നെ എറണാകുളമാണ് സ്ഥലം. അതുകൊണ്ടാണ് ഇത്രയും നല്ല വണ്ടികളൊക്കെ ഇവിടെ ഉള്ളത്. ഞാൻ ശരിക്കും മലപ്പുറത്തുനിന്ന് എറണാകുളത്തേക്ക് വന്നതാണ്. അപ്പോൾ ഏട്ടാ താങ്ക് യു കേട്ടോ. എന്നാ ഞാൻ പോയേ. ആടെ മോനെ എന്നാ ശരി. അങ്ങനെ ആ ഏട്ടപ്പോൾ പോകും വണ്ടി എടുത്തിട്ട്. അല്ല ഞാൻ രോഹിത്തിനൊന്ന് വിളിച്ചു നോക്കിയാലോ? എടാ രോഹിത്തെ, നീ ഇപ്പോൾ എന്താ ചെയ്യണേ? ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എടാ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ഫുള്ള് പോലീസ് കേസാണ്. പോലീസ് ഇതുവരെ മാറിയിട്ടില്ല. ഈ ഫുള്ള് മോഡിഫൈ ചെയ്തിട്ട്. പോലീസൊന്നും ഇതിൽ മാറിയിട്ടില്ല. അത് കുഴപ്പമില്ലടാ. ഞാനില്ലേ വേഷമൊക്കെ ഫുള്ള് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ചിലപ്പോ വല്ല പ്രശ്നം ഉണ്ടായ സംഭവം തീരും. അന്നെന്തായാലും പോലീസ് പിടിക്കും. എന്തായാലും പോലീസിൽ പോയിട്ട് ആൾക്കാരെ കൊല്ലുക രീതിയിലായിരുന്നു പ്രശ്നം. എന്നാ ശരിയടാ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇന്നങ്ങനെ പിടിക്കൂലെന്ന് തോന്നുന്നു. പിന്നെ ബാക്കിലിട്ടൊരു ബുള്ളറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ആ ബുള്ളറ്റ് എടുത്ത് ഞാൻ മുമ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ ആ വണ്ടി എടുക്കാമെന്ന് പോട്ടെ. എൻ്റെ മോഡിഫൈഡ് താറ് അവിടെ അല്ലേ ഇരിക്കണേ. ആ താറ് എന്തായാലും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അത് എടുത്തിട്ട് അതിപ്പോൾ അവിടെ തന്നെ സേഫ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. MVD ഒന്നും കാണാതെ, അല്ലെങ്കിൽ പ്രശ്നമാകും. അങ്ങനെ ഞാൻ ആ ഗോഡൗണിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ സൈഡിലുള്ള ഗോഡൗൺ. നേരെ നമുക്ക് ഇതിൻ്റെ വിളിക്കാണ്ട് കയറാം. വണ്ടി നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതി. അവിടെ എൻ്റെ വണ്ടി ഇവിടെ അല്ല. എൻ്റെ വണ്ടി എവിടെ? എൻ്റെ വണ്ടി ആരെടുത്തുണ്ടോ ഇതിപ്പോൾ? അതില്ലയോ. എൻ്റെ വണ്ടി ഇപ്പോൾ ആരെടുത്ത്?
ഇവിടെ ഒന്നും കാണാനില്ലല്ലോ വണ്ടി. പെട്ടാ ഞാനിപ്പോൾ വണ്ടിയും കാണാനില്ലല്ലോ. ഓൾമോസ്റ്റ് പെട്ടിക്കണ്. ഞാൻ പെട്ടെന്ന് രോഹിത്തിനെ വിളിച്ചോക്കട്ടെ. എടാ രോഹിത്തെ, അതിൻ്റെ വണ്ടി ഒന്നും കാണാനില്ലടാ. മോഡിഫൈഡ് താറൊന്നും കാണാനില്ല. എടാ നീ ന്യൂസ് കണ്ട? ന്യൂസില് ഒരു എല്ലാ കാറും മോഷ്ടിക്കുന്ന ഒരു ഗ്യാങ് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ ആ ഗ്യാങ് ആയിരിക്കും എടുത്തിണ്ടാവുക. അങ്ങനത്തെ ഒരു ഗ്യാങ് ഇറങ്ങിണ്ടാ? ആടാ അങ്ങനത്തെ ഒരു ഗ്യാങ് ഇറങ്ങിണ്ട്. അങ്ങനത്തെ ഒരു ഗ്യാങ് ഇറങ്ങിണ്ടാ? ഓഫ്, എന്നാ പെട്ടി ഞാൻ. അടന്നാ ശരി, ഞാൻ വിളിക്കാട്ടെങ്ങി. ആടെന്നാ ശരി. ഇത് കഴിഞ്ഞാ ന്യൂസ് നോക്കി നോക്ക്. ചെലപ്പോ ഇത് കാണുന്നുണ്ടാവി. എന്തായാലും ഓരെൻ്റെ വണ്ടി എടുത്ത് കൊണ്ടുപോയി. ഇനി എന്തായാലും ഞാൻ നേരെ അങ്ങോട്ട് പോവുക. ആ ഗ്യാങ്ങുള്ള സ്ഥലം ആ വില്ലേജിൻ്റെ അടുത്തായിട്ടാണ്. ഞാൻ നേരത്തെ ന്യൂസ് നോക്കിയിരുന്നു. അപ്പോൾ ആ ഗ്യാങ്ങുള്ള സ്ഥലം നമ്മുടെ എവിടെയായിരുന്നു, നമ്മുടെ വില്ലേജില്ലേ, വില്ലേജിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഞാൻ പെട്ടെന്നൊന്ന് പോട്ടെ. രാത്രി ആകുമ്പോൾ പോവുക. അപ്പോഴാണ് ശരിയാവുക. അപ്പോഴാണെങ്കിൽ ഓരോ ടീമത്തെ ആരും അവിടെ ഉണ്ടാവില്ല. എല്ലാവരും കൂടി എന്തെങ്കിലും ചെയ്യാൻ പോയിക്കായിരിക്കും. ഞാൻ എന്തായാലും പെട്ടെന്ന് പോയിട്ട് അവർക്കെല്ലാം വർക്കും എല്ലാം ഉണ്ടാവും. അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് എടുത്താൽ എനിക്ക് ലാഭമാവും. അപ്പോൾ എൻ്റെ വണ്ടി എടുക്കാമല്ലോ പെട്ടെന്ന് പോയിട്ട്. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് നേരമായി. പിന്നെ ഇവിടെ സമയം ഇപ്പോൾ രാത്രി 8:30 ഇപ്പോൾ ഒരവിടെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും രോഹിത്തിനെ ഒന്നുകൂടി വിളിക്കട്ടെ ഒരു ആവശ്യത്തിന്. എടാ രോഹിത്തെ, ഓരെവിടെ ഇപ്പോൾ ഉള്ളത്? ഓരോ സ്ഥലം എവിടെ? നമ്മുടെ വില്ലേജ് തന്നെയല്ലേ? ആടെ വില്ലേജ് തന്നെ. ഓരിപ്പോ വില്ലേജിലാണ്. അപ്പോൾ നമ്മുടെ രോഹിത്ത് പറഞ്ഞ പോലെ വില്ലേജിൽ തന്നെ അതുള്ളത് ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി നേരെ അങ്ങോട്ട് പറപ്പിക്കണക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാ വില്ലേജിക്ക്. ഇപ്പം ഞാൻ വില്ലേജിൽ എത്താറായിട്ടുണ്ട്. വില്ലേജിലെത്തി. ഇനി ഈ വീടിൻ്റെ ഇടയിൽ അതെന്താ ഇവിടെ എന്താ കാർ കളക്ഷനാ? അവിടെ മെക്ലാരൻ, ഫോർച്യൂണർ ലെജൻഡറി. എടാ ഇതിൻ്റെ കാറില്ലേ? എൻ്റെ താറില്ലത്. ഒന്ന് എൻ്റെ താറ് ഇവിടെ. അവസാനം താറ് കിട്ടി. ഇതൊന്ന് നോക്കട്ടെ ഞാൻ. ഇത് ലോക്ക് ഇട്ടേക്ക് താറെന്ന് തോന്നുന്നെനിക്ക്. ഇത് താറ് ലോക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ കുറേ പേരുടെ കാറൊക്കെ ഇവിടെ മോഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ കാറ് പിന്നെ എല്ലാ കാറുകളും ലോക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമാണ് ഇപ്പോൾ. അല്ല ഇതാരാ? ആരാ നീ ആരാ? എടാ മരിക്കോ. ഇത് ഞങ്ങളുടെ സ്ഥല. ഇത് ഞങ്ങളുടെ ഗ്യാങ്ങുള്ള സ്ഥലമാണ്. ഇത് ഞങ്ങളുടെ വണ്ടിയാണ്. മരിക്ക് മാറിന്നോ. ഒന്ന് പോടാ ചെക്കാടൊക്കെ ഇടുന്നോയി. അത് എൻ്റെ വണ്ടിയാണ്. ആ വണ്ടികളൊക്കെ എനിക്ക് ഒക്കെ എൻ്റെ വണ്ടിയാടാ. മാറുന്നോയി. എടാ നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. ഉണ്ടംപൊരി കാണിച്ചെന്നോ? ഞാൻ വണ്ടി എടുത്ത് പോവാ. അല്ല പിന്നെ ആ ഏണ്ട നമുക്ക് പിന്നെ വണ്ടീൻ്റെ കീയും കിട്ടിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് ഓട്ടെങ്ങി. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് റിവേഴ്സ് എടുത്ത് നൈസായിട്ട് വണ്ടി ഈ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെക്കാം. അപ്പം സെറ്റായിട്ടുണ്ട്. ഓക്കെ സെറ്റ്. ഞാൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ. ഇനി പെട്ടെന്ന് പോയി ഉറക്കം വരുന്നുണ്ട്. A few moments later. ഇവിടെത്തപ്പോൾ രാവിലെ ഉണ്ട്. പുറത്തെന്താ ഇതെന്താ? ഇത് ഇന്നലത്തെ വണ്ടികളൊക്കെ എന്താ ഹെലികോപ്റ്ററൊക്കെ ആയിട്ട്. ഇന്നലെ ആ ആളടിച്ചത് ആ ഗ്യാങ് ഇറങ്ങിണ്ടാവുമോ? ഇനി ആ ഗ്യാങ്ങാണ് ഇത് ഇങ്ങനെ ആക്കിയത്. ദൈവമേ, ഞാൻ തീർന്ന്. എന്തായാലും ഇവിടെ ഇത്രയും വണ്ടികളുണ്ടല്ലോ. ഞാൻ തീരുമോ? ഞാൻ തീരുമെന്നൊക്കെ തോന്നണേ. ഇത്രയും വണ്ടികൾ വെറുതെ വേണ്ടാത്തോടിക്കുണ്ടായിരുന്നു. വലിയ ഗ്യാങ്ങിനോടാണ് ഞാൻ മുട്ടിയുള്ളത്. വെറുതെ ഒരു കാര്യമില്ല എനിക്ക്. ഈ വണ്ടിയൊക്കെ നോക്ക്. വണ്ടികൾ മെക്ലാരൻ. എന്നിട്ട് ആൾക്കാരെ കാണാമല്ലോ. ഞാൻ ഇവിടെ ബാക്കിലെന്തോ ശബ്ദം കേട്ടിട്ട് വന്നതാണ്.
എൻ്റെ വണ്ടിയൊക്കെ നോക്കാൻ വേണ്ടി. അപ്പം അതൊരു കൂട്ടം ആൾക്കാരവിടെ ഉണ്ട്. എടാടാ നീ ഞങ്ങളുടെ ചെക്കനെ തൊടുവല്ലടാ, എനിക്ക് ഞാൻ കാണിച്ചു തരാടാ. ഞങ്ങളുടെ ചെക്കനെ തൊടുവല്ലടാ നീ, നിനക്കും ഞാൻ കാണിച്ചറാ. എന്റെ അനിയനെ നീ എന്തിനാ അടിച്ചത്? ഞാൻ ഇഷ്ടത്തിന് അടിക്കും. പോടാ. അല്ല പിന്നെ എന്നോട് കളി. അതല്ലതും കൂടി ഇപ്പോൾ വീഴും. അടിക്കട്ടെ. ഒരെണ്ണം വീണി. അടിക്കടിക്കോ, പെട്ടെന്ന് അടിക്കട്ടെ. ഇതൊന്നും തീർന്നില്ലല്ലോ. ഇവർക്കെന്താ അങ്ങനെ തീർന്നത്. പണ്ടത്തെ കരാട്ടെ മാസ്റ്ററാണ് ഞാൻ. എന്നോടാ വരി. സോറി, ഞങ്ങൾ അറിയാതെ വന്നതാ. എന്തായാലും അറിയാതെ വന്നാലും നിങ്ങൾക്ക് കിട്ടിയില്ല. അല്ല പിന്നെ ഒരവസാനം പറയും അറിയാതെ വന്നത്. അല്ല പിന്നെ എന്നോടാ കളി. ഈ വണ്ടികളൊക്കെ ഇങ്ങനെ എന്താ ചെയ്യുക? ഈ വണ്ടികൾ എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ വീടിനുള്ളിൽ കയറി വണ്ടികൾ സ്വന്തമായിട്ട് എടുത്താലോ? എന്താ ചെയ്യുക വണ്ടികളെ?